എടോ താൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇതേപോലെ എത്ര കള്ളസാക്ഷികളെ കോടതി കയറ്റി ഞാൻ കേസ് വിജയിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എന്നെ വിശ്വാസമില്ലേ? തീരെ വിശ്വാസമില്ല. അല്ല സാറിനല്ല, എനിക്ക് എന്നെ വിശ്വാസമില്ലെന്നാ. ലുക്ക് മിസ്റ്റർ ഉണ്ണി. ഉണ്ണിയല്ല, സണ്ണി. സണ്ണി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലല്ല, കള്ളസാക്ഷി എന്ന് പറഞ്ഞ ഒരു സാക്ഷി ഇല്ല. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. അയ്യോ പോലെ അല്ല കള്ളസാക്ഷി ഇല്ല. എന്നാലും താങ്കൾ ഫേമസ് ആവും. അതെങ്ങനെ? കള്ളവണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി ഉണ്ടോ? ഇല്ല. പക്ഷെ എത്രയോ ആൾക്കാർ കള്ളവണ്ടിക്കാർ ഫേമസ് ആയിരിക്കുന്നു. അത് ശരിയാണ്. അതേപോലെ തന്നെ ഞാൻ ഫേമസ് ആക്കും. അല്ല എന്നാൽ ഈ കോടതിയും കേസും എന്നൊക്കെ പറയുമ്പോഴേ എനിക്കൊരു പേടി. പേടിക്കണ്ട, കോടതിയുടെ ടൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. റൂൾസ് അല്ലേ? റൂൾസ്. അതായത് കോടതിയിൽ നമ്മൾ ചെന്ന് കയറി ഉടനെ തന്നെ പുസ്തകവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരാൾ വരും. അപ്പൊ അയാൾ പറയുന്നത് പോലെ തന്നെ നീ പറയണം. അതെനിക്കറിയാം. കേക്കട്ടെ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 100 രൂപയുടെ പുസ്തകമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന 101. എടാ ചപ്പറത്തലയാ, അത് ബസ്സിൽ വന്നത്. ഇത് നിയമപുസ്തകം, നീതിപുസ്തകമായിട്ട് ഒരാൾ വരും. അതിൽ കൈവച്ചിട്ട് നീ പറയണം. അയാൾ പറയുന്ന പോലെ പറഞ്ഞാൽ മതി. ഈ കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളുന്നു. ആ സംഗതി പൊളിഞ്ഞി. എവിടെയാണ്? അതല്ലെന്ന്, ഞാൻ കള്ളസാക്ഷി പറയാൻ വന്നല്ലേ. സത്യം വിളിച്ചു പറഞ്ഞാൽ കേസ് പൊളിയില്ലേ? എടോ എങ്ങനെ പൊളിയും? ഇവിടെ മുതലേ നീ കള്ളം പറഞ്ഞു തുടങ്ങിയില്ലേ? എന്നാലും എനിക്കൊരു പേടി. അതിലും വലിയ പേടിയായിട്ടാ ഞാൻ നടക്കുന്നത്. അതല്ല, ഇനിയുള്ള ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര വെച്ച് നോക്കുമ്പോ എനിക്ക് പേടിയാന്ന് പറഞ്ഞതാ. വീട് വന്നേ. സിറ്റിങ്ങിന് 1 ലക്ഷം രൂപ വെച്ച് മേടിക്കുന്ന ഞാനാ. ഇപ്പൊ കടക്കാര് വീട്ടിൽ വന്ന് സിറ്റിംഗ് തുടങ്ങിയിട്ട് 1 വർഷമായി. ഈ കേസെങ്കിലും ഒന്ന് വിജയിച്ചിട്ട് വേണം അതൊന്ന് സെറ്റിൽ ചെയ്യാനായിട്ട്. അപ്പൊ ഒന്ന് സഹകരിക്കാം. ഇനിയാണ് കേസിന്റെ മർമ്മപ്രധാനമായ വലിയ ഭാഗത്തേക്ക് കിടക്കുന്നത്. അതൊന്ന് ചുരുക്കി പറയാമോ? ഓക്കെ. ജൂൺ 25-ാം തീയതി തിങ്കളാഴ്ചയാണ് നിങ്ങൾ ഈ ക്രൂരകൃത്യം നേരിൽ കാണുന്നത്. അയ്യോ അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു. എന്നെ തലപ്പിലാന്തെടുപ്പിക്കല്ലേ? ഇടോ ഇത് താൻ ആ സമയത്ത് അവിടെയുണ്ട്. ഇത് കള്ളസാക്ഷിയല്ലേ? ഇതെന്ന് പറഞ്ഞാൽ നിസാര സംഭവമല്ല. പിന്നെ ഇതൊരു വലിയൊരു വഴിത്തിരിവാണ്. അതൊന്ന് ചുരുക്കാമോ? നീ ഇത് പറയുമ്പോ ചുരുക്കാനായിട്ട് ഇത് 3 മടക്കിന്റെ കൊടയല്ല. ഞാൻ പറയണ പോലെ നീ ഒന്ന് പറയാവോ? പറയാം. ഒരു അർദ്ധരാത്രി നീ ആ സമയത്ത് വഴിയിലൂടെ ഒറ്റക്ക് പോവുകയായിരുന്നു. അപ്പൊ എനിക്കൊരു വീടി വലിക്കണമെന്ന് തോന്നി. സ്വാഭാവികം. അപ്പൊ ഞാനൊരു വീടി എടുത്ത് ചുണ്ടത്ത് വെച്ചിട്ട് അതിൽ വല്ലേ തീ കൊളുത്തി. ഹലോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാനൊരു കേസുമായിട്ട് പെരുവഴി നിൽക്കേ. കട്ട് ചെയ്തു. എന്നിട്ട് സാറേ ബാക്കി പറ. ഞാൻ ഈ ചുണ്ടത്ത് വെച്ച വീടിക്ക് തീ കൊളുത്തി. ആ വീടിയുടെ വെളിച്ചത്തിൽ. ഹലോ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്ന് പറഞ്ഞല്ലേ, നീ ഇങ്ങോട്ട് വിളിക്കാത്തേ. കട്ട് ചെയ്ത്. വീഡിയോ കത്തിച്ചിട്ട് അത് കെട്ടുപോയി. പിന്നെ സിഗരറ്റ് കത്തിച്ചാലാ? എന്തിനാണാവോ? അതാകുമ്പോ കെടില്ലല്ലോ. ലോ പോയിന്റ്. ടിസ്റ്റ്. എന്റെ അറിവിന്റെ നിറവയറേ വന്നേ. ഞാൻ ഈ കേസിന്റെ വിജയത്തിന് വേണ്ടിട്ട് ഒരു സരസം പറയട്ടെ. സരസനോ? അഭിപ്രായം. സജഷൻ. ദൈവത്തെ ഓർത്ത് കയ്യെന്നിട്ട് ഒന്നും ചെയ്യരുത്. ഇതേപോലെ ഒന്നാനുത്സവമല്ല, ഇന്നാളൊരു ഇതേപോലെ ഒരുത്തൻ കയ്യെന്നിട്ട് കള്ളസാക്ഷി പറഞ്ഞതാ. മേലാൽ ഇത്തരത്തിലുള്ള കള്ളന്മാരെ ഇവിടെ കേട്ടോടാന്ന് ചോദിച്ച് ജഡ്ജി എഴുന്നേറ്റ് കൊട്ടോടിക്കൊരു സ്റ്റിച്ചിങ്ങിന് 1.5 ലക്ഷം രൂപയായി. കണ്ണിന് വല്ലതും പറ്റിയോന്നോ? ഈ കൊപ്പറച്ചാക്ക് ഇങ്ങനെ കൂട്ടിക്കെട്ടൂലേ, അതേപോലെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൂട്ടിയിട്ടൊരു ഒറ്റ കെട്ടായിരുന്നു. 7ന്റെ അന്ന് കെട്ടുകൊണ്ട് നോക്കുമ്പോ എന്താ കാഴ്ച? പിരിയം താഴ്ത്തും കണ്ണു പോകും. സാധാരണ ഡോക്ടർമാര് രോഗം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ടല്ലേ തയ്ക്കണത്. ഏതോ ഒരുത്തൻ ഇപ്പുറം തലക്കം ഭാഗത്ത് വന്നിട്ട് ഇവിടുന്ന് തിരിഞ്ഞു നിന്ന് തയ്ക്കാൻ തുടങ്ങി. അവര് നോക്കുമ്പോ പിരിയം മുകളിൽ കറക്റ്റാ. അവസാനത്ത് റീസെറ്റ് ഒക്കെ ചെയ്ത് കണ്ണൊന്ന് ചിമ്മി പതുക്കെ തുറന്നു വരണുള്ളൂ. അതിക്കുമ്പോ നീ എന്റെ മെറ്റേ കണ്ണിന് ഏറ് മേടിച്ചേരുന്നു. ഇങ്ങനെ പോയാൽ ഞാൻ കള്ളസാക്ഷി പറയാ. അയ്യോ പറയണം. അല്ല ഞാൻ പറയാ. ജഡ്ജി കൊട്ടുപിടിക്കൊക്കെ എന്റെ തലവല്ലി പൊളിക്കല്ലേ? അതേ പുള്ളി കയ്യിൽ നിന്നിട്ട് അങ്ങനെ ചെയ്തു പോയാ. ഞാൻ പറയല, കള്ളസാക്ഷി ഞാൻ പറയല. നീ കള്ളസാക്ഷി പറയൂല. നീ പറയൂല. ഞാൻ തൂക്കിലേറ്റും. ഇത് മൊത്തം ഞാൻ ബാധിക്കും. ഇത് ഞാൻ ബാധിച്ചിട്ട് ആദ്യം നിങ്ങൾ തൂക്കിലേറ്റും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും തൂക്കിലേറ്റും. എന്തിനാ പറയണം? കോടതി വരാൻ പപ്പടം വെക്കണ വെല്ലുവെക്കോരെ നശിച്ചു ഒരു കാര്യമില്ല. ഈ നീതിയില്ലാത്ത സ്ഥലത്ത് എനിക്ക് നീതിയുടെ ഉപായം വേണ്ട. എനിക്ക് നീതി വേണം. എനിക്ക് നീതി വേണല്ലേ? നീതി കിട്ടിയോ? നീതി കിട്ടി. അത് ഏറ്റട സണ്ണി. ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി മര്യാദക്ക് വിളിച്ചാൽ ഈ കോമ്പൗണ്ട് മുഴുവൻ ഇവനിട്ട് ഒരു ഡോക്ടറായ ഞാൻ എന്തെല്ലാം വേഷങ്ങൾ കെട്ടിയായി ഉമ്മാരോട് മേയ്ക്കണം അറിയാവാ. കണ്ടില്ലേ? ഇതൊക്കെ എടുത്ത് തിരിച്ചിട്ട് ഉമ്മാരെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും കാര്യം ചെയ്താൽ ഉമ്മാർ അതെല്ലാം മറിച്ചും തിരിച്ചു കിട്ടില്ല. ഓക്കെ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഡോക്ടർ സണ്ണി. എന്റെ സെല്ല് നമ്പർ എത്ര? 412. നേരെ പോയിട്ട് റൈറ്റ് തിരിഞ്ഞ് 4ാമത്തെ മുറി. ഓക്കെ, ദാറ്റ്സ് ഓൾ. അല്ല ഈ കോസ്റ്റ്യൂം അത് കഴിഞ്ഞോണ്ട് നാളെ ആവശ്യം വരുമല്ലോ. നാളെ എനിക്കിത് വേണ്ട. നാളെ ഞാൻ നീതിപാലകൻ സബ് ഇൻസ്പെക്ടർ സേതുമാധവൻ, താങ്കൾ കൊലക്കേസിൽ പ്രതി. നാളെ എനിക്ക് നീതി തരുമോ? നാളെ നിനക്ക് ഉറപ്പായിട്ട് നീതി തരും. ഇപ്പൊ കിട്ടോ? ഹായ്, നീതി കിട്ടി. ഒരു അരപ്രാന്തനാ. പക്ഷെ പ്രാന്തുണ്ടെങ്കിലും ഒരു വേഷം കൊടുത്താൽ ഇപ്പൊ പൊരിക്കും. സത്യം.